നമസ്കാരം. 2020 ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പോടനുബന്ധിച്ചുള്ള സ്പെഷ്യൽ കൊട്ര വാർത്തയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമസ്കാരം. 2020 ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പോടനുബന്ധിച്ചുള്ള സ്പെഷ്യൽ കൊട്ര വാർത്തയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ദാസ് കൊട്ര. നമ്മളിപ്പോൾ നിൽക്കുന്നത് കൊട്ര പള്ളിക്ക് സമീപമാണ്. അപ്പോൾ ഇവിടെയാണ് നമ്മൾ പുയ്യപ്പള്ളി ഗ്രാമപഞ്ചായത്തിലെ 2ാം വാർഡിലെ സ്ഥാനാർത്ഥി ജി വിശ്വനാഥൻ പിള്ള സാറിനോടൊപ്പം നമ്മൾ ചേരുകയാണ്. അദ്ദേഹത്തെ നമ്മളിപ്പോൾ പരിചയപ്പെടാം. അതോടൊപ്പം തന്നെ പുയ്യപ്പള്ളി, വെളിയം, കരീപ്ര, നെടുമ്പന എന്നീ പഞ്ചായത്തുകളിലെ നമുക്ക് ലഭ്യമായ സ്ഥാനാർത്ഥികളെ നമ്മൾ പരിചയപ്പെടുത്തുന്നതായിരിക്കും. എല്ലാവരും ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ്. പുയ്യപ്പള്ളി ഗ്രാമപഞ്ചായത്തിലെ 2ാം വാർഡിൽ നിന്ന് മത്സരിക്കുന്ന സ്ഥാനാർത്ഥിയാണ് ഞാൻ. എക്കാലവും ഇടതുപക്ഷത്തിന് മുൻതൂക്കമുള്ളൊരു വാർഡാണ്. ഇടതുപക്ഷം അല്ലാതെ UDF ഈ വാർഡിൽ ഇതുവരെ ജയിച്ചിട്ടില്ല. 2010 ഞാൻ ഈ വാർഡിൻ്റെ മെമ്പറായിരുന്നു. ഒട്ടേറെ വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം വഹിച്ചു. നാൽക്കാല മുതൽ മാർത്തോമാപ്പള്ളി വരെയുള്ള സടക്ക് യോജന റോഡിൻ്റെ നിർമ്മാണ പ്രവർത്തനത്തിന് അതിൻ്റെ ഘട്ടത്തിൽ അതിൻ്റെ പണി പൂർത്തിയാക്കുന്ന ഘട്ടം വരെ അതിൻ്റെ പിന്നിലുണ്ടായിരുന്നു. പ്രധാനപ്പെട്ട റോഡുകളുടെ എല്ലാം നവീകരണവും പിന്നെ പുതിയ റോഡുകൾ നിർമ്മിക്കുന്നതിനും സജീവമായി ഇടപെട്ടു. അർഹതപ്പെട്ടവർക്കെല്ലാം വാർദ്ധക്യകാല പെൻഷനും മറ്റ് ക്ഷേമ പെൻഷനുകൾ നേടിക്കൊടുക്കുന്നതിൽ വളരെയധികം ജാഗ്രത കാണിച്ചു. ഇപ്പോൾ MLAയുടെ കുടിവെള്ള പൈപ്പ് ലൈൻ നമ്മുടെ വാർഡിൽ മുഴുവൻ എത്തിക്കാൻ വേണ്ടി അതിനുശേഷം വന്ന ജനപ്രതിനിധിയും സജീവമായി ഈ നാടിൻ്റെ വികസനത്തിന് മുഖ്യ പങ്ക് വഹിച്ചു. തീർച്ചയായിട്ടും ഒരവസരം കൂടി എനിക്ക് തന്നാൽ ഈ വാർഡിൻ്റെ പരിപൂർണമായ വികസനം സാധ്യമാക്കാമെന്ന ആത്മവിശ്വാസവും ഉറപ്പും സമ്മതിദായകരോട് ഞാൻ നൽകുകയാണ്. അപ്പോൾ എന്നെ വിജയിപ്പിച്ചു കഴിഞ്ഞാൽ ഈ നാടിൻ്റെ എല്ലാ വികസന പ്രവർത്തനത്തിനും ക്ഷേമകാര്യങ്ങളിലും എന്നും ജനങ്ങളോടൊപ്പം ഉണ്ടാവും എന്നുറപ്പ് തരുന്നു എൻ്റെ മുൻകാല അനുഭവം. അതിന് സാക്ഷ്യമാണ് എന്നുകൂടി ഓർമ്മിപ്പിക്കട്ടെ. അരിവാൾ ചുറ്റിക നക്ഷത്രം അടയാളത്തിൽ നിങ്ങളുടെ സമ്മതിദാന അവകാശം രേഖപ്പെടുത്തി വലിയ ഭൂരിപക്ഷത്തോടെ വിജയിപ്പിക്കണമെന്ന് ബഹുമാനപ്പെട്ട സമിതി നായരോട് അപേക്ഷിക്കുന്നു. ഇനി നമ്മൾ പരിചയപ്പെടുത്തുന്നത് പുയ്യപ്പള്ളി 2ാം വാർഡിലെ NDA സ്ഥാനാർത്ഥിയായ ശ്രീ GK ഗോപകുമാറിനെയാണ്. അദ്ദേഹത്തെ ഒന്ന് പരിചയപ്പെടാം. എൻ്റെ പേര് ഗോപകുമാർ. ഞാൻ പുയ്യപ്പള്ളി പഞ്ചായത്ത് 2ാം വാർഡിലെ NDA സ്ഥാനാർത്ഥിയാണ്. എന്നെ വിജയിപ്പിച്ചു കഴിഞ്ഞാൽ കേന്ദ്ര ഫണ്ടുകൾ ഉപയോഗിച്ച് അല്ലാതെ എൻ്റെ വ്യക്തിപരമായ രീതിയിലും ഒരുപാട് കാര്യങ്ങൾ ഈ വാർഡിനെ ചേരിക്കാൻ ഞാൻ പ്രാപ്തനാണ്. അതുപോലെ ഈ 1ാം വാർഡിൽ ഒരുപാട് കാര്യങ്ങൾ ഞാൻ ചെയ്യിച്ചിട്ടുണ്ട്. കിസാൻ സമ്മാന പദ്ധതിയായാലും ജനധന അക്കൗണ്ട് എടുപ്പിക്കുകയും വീടുകളിൽ അപേക്ഷ കൊടുപ്പിക്കുകയും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു. ഈ കോവിഡ് കാലത്ത് പച്ചക്കറി കിറ്റുകളും മറ്റു കാര്യങ്ങളും എല്ലാം കൊടുത്ത് സഹായിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. ഈ വാർഡിൻ്റെ സമഗ്ര വികസനത്തിന് എന്നെ വിജയിപ്പിച്ചു കഴിഞ്ഞാൽ എന്നാൽ കഴിയുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യുമെന്ന് ഞാൻ ഈ വാർഡിലെ ജനങ്ങളോട് വാഗ്ദാനം ചെയ്യുന്നു. എൻ്റെ ചിഹ്നം താമരയാണ്. എന്നെ വിജയിപ്പിക്കണമെന്ന് വിനീതമായി ഞാൻ അഭ്യർത്ഥിക്കുന്നു. ഇനി നമ്മൾ പരിചയപ്പെടുത്തുന്നത് പുയ്യപ്പള്ളി നാൽക്കവല 16ാം വാർഡിലെ UDF സ്ഥാനാർത്ഥിയായ വിനീത ജോണിനെയാണ്. അവരെ പരിചയപ്പെടാം. ഞാൻ വിനീത ജോൺ, പുയ്യപ്പള്ളി പഞ്ചായത്തിൽ 16ാം വാർഡ് നാൽക്കവലയിൽ നിന്ന് മത്സരിക്കുന്നു. നിങ്ങളുടെ എല്ലാം പ്രിയപ്പെട്ട രാജീവ് ചാവടിയുടെ പിൻഗാമിയായിട്ടാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. രാജീവ് ചാവടി തുടങ്ങി വെച്ച വികസന പ്രവർത്തനങ്ങൾക്ക് ഞാനും രാജീവ് ചാവടിയോടൊപ്പം കാണും. നിങ്ങളെല്ലാവരും എനിക്ക് വോട്ട് നൽകി വിജയിപ്പിക്കണമെന്ന് അപേക്ഷിക്കുന്നു. ഇനി നമ്മൾ പരിചയപ്പെടുന്നത് പുയ്യപ്പള്ളി ടൗൺ വാർഡിലെ സ്ഥാനാർത്ഥിയായ ശ്രീ രാജു ചാവടിയാണ്. അദ്ദേഹത്തെ നമുക്കൊന്ന് പരിചയപ്പെടാം. പുയ്യപ്പള്ളി ടൗൺ വാർഡിലെ UDFിൻ്റെ സ്ഥാനാർത്ഥിയായിട്ടാണ് ഞാനിവിടെ മത്സരിക്കുന്നത്. വികസന പൂർത്തീകരണത്തിന് വേണ്ടിയാണ് ഞാൻ ഇപ്രാവശ്യം കൂടി ജനുവരി കഴിഞ്ഞ് വൻപിച്ച ഭൂരിപക്ഷത്തോടു കൂടി ജയിപ്പിക്കണമെന്ന് മാത്രമാണ് നമ്മുടെ പ്രവർത്തകരായ വോട്ടർമാരോടുള്ള എൻ്റെ എളിയ അഭ്യർത്ഥന. ഇനി നമ്മൾ പരിചയപ്പെടുത്തുന്നത് പുയ്യപ്പള്ളി 1ാം വാർഡിലെ UDF സ്ഥാനാർത്ഥിയായ R രേഖയാണ്. രേഖയെ നമുക്കൊന്ന് പരിചയപ്പെടാം. ഞാൻ പുയ്യപ്പള്ളി ഗ്രാമപഞ്ചായത്തിൻ്റെ 1ാം വാർഡിലെ സ്ഥാനാർത്ഥിയായി നിന്ന് മത്സരിക്കുന്ന ആളാണ്. എൻ്റെ പേര് രേഖ. രാജശേഖരൻ മെമ്പർ തുടങ്ങി വെച്ച സമഗ്ര വികസനത്തിന് വേണ്ടി ഇനിയും പ്രവർത്തിക്കാൻ വേണ്ടി എന്നെ UDFിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് വിജയിപ്പിക്കണം.
പൂയപ്പള്ളി ഗ്രാമപഞ്ചായത്തിലെ 1-ാം വാർഡിൽ നിന്ന് മത്സരിക്കുന്ന UDFൻ്റെ സ്ഥാനാർത്ഥിയാണ് ഞാൻ. ഈ വാർഡിലെ സമഗ്ര വികസനത്തിന് വേണ്ടി എനിക്ക് എല്ലാവരും കൈപ്പത്തി ചിഹ്നത്തിൽ വോട്ട് നൽകി വിജയിപ്പിക്കണം. ഇനി നമ്മൾ പരിചയപ്പെടുന്നത് പൂയപ്പള്ളി 1-ാം വാർഡിലെ NDA സ്ഥാനാർത്ഥിയായ വിഷ്ണുപ്രിയയാണ്. വിഷ്ണുപ്രിയ നമുക്കൊന്ന് പരിചയപ്പെടാം. നമസ്കാരം. പൂയപ്പള്ളി ഗ്രാമപഞ്ചായത്ത് കൊട്ടറ 1-ാം വാർഡിലെ NDA സ്ഥാനാർത്ഥിയായി ജനവിധി തേടുകയാണ് ഞാൻ. എൻ്റെ പേര് വിഷ്ണുപ്രിയ. ഞാൻ പ്രധാനമായും സാക്ഷാത്കരിക്കാൻ ഉദ്ദേശിക്കുന്ന ലക്ഷ്യങ്ങൾ കഴിഞ്ഞ 10-15 വർഷക്കാലമായി നമ്മുടെ ഈ വാർഡ് LDF UDF മുന്നണികൾ മാറി മാറി ഭരിച്ചു വന്നിരുന്നതാണ്. എന്നിരുന്നാലും നമ്മുടെ ഈ കൊട്ടറ 1-ാം വാർഡിലേക്ക് കേന്ദ്ര സർക്കാരിൻ്റെ ധാരാളം പദ്ധതികൾ ഇനിയും എത്താനുണ്ട്. കൂടാതെ വികസനം എത്താതെ കിടക്കുന്ന ഒരുപാട് റോഡുകൾ, വീടുകളിലേക്ക് കുടിവെള്ള ക്ഷാമം, ഇവയെല്ലാം നമ്മൾ ആദ്യമേ ഒരു വിധി തേടിയതിൽ നിന്ന് കിട്ടിയ ഒരുപാട് പ്രശ്നങ്ങളാണ്. കൂടാതെ ഇവയെല്ലാം പരിഹരിക്കുന്നതിനും 1300ഓളം കേന്ദ്ര പദ്ധതികളിൽ നിന്നും എന്നാൽ കഴിയുന്ന വിധം കേന്ദ്ര പദ്ധതികൾ നമ്മുടെ വാർഡിന് വേണ്ടി വിനിയോഗിക്കാനും ആ ഫണ്ടുകൾ നമ്മുടെ വാർഡിൻ്റെ ഉന്നമനത്തിനായി ചിലവഴിക്കുന്നതിനും ഞാൻ ശ്രമിക്കുമെന്നും കൂടാതെ നമ്മുടെ നാടിൻ്റെ വികസനമായി പരിപൂർണമായിട്ടും ഞാൻ സഹകരിക്കുമെന്നും പറയുന്നു. അതിനായി നിങ്ങളുടെ ഏവരുടെയും സഹായവും സഹകരണവും വോട്ടും ഞാൻ അഭ്യർത്ഥിച്ചുകൊള്ളുന്നു. ഇനി നമ്മൾ പരിചയപ്പെടുന്നത് പൂയപ്പള്ളി 1-ാം വാർഡിലെ LDF സ്ഥാനാർത്ഥിയായ ജയ രാജേന്ദ്രനാണ്. ജയ രാജേന്ദ്രനെ നമുക്ക് പരിചയപ്പെടാം. പൂയപ്പള്ളി ഗ്രാമപഞ്ചായത്തിൻ്റെ 1-ാം വാർഡ് കൊട്ടറ നിന്ന് മത്സരിക്കുന്ന LDF സ്ഥാനാർത്ഥിയാണ് ഞാൻ. എൻ്റെ പേര് ജയ രാജേന്ദ്രൻ. ഞാൻ കഴിഞ്ഞ കുറേ കാലമായി ഈ വാർഡിൽ ആശാവർക്കറായി പ്രവർത്തിച്ചു വരുന്നു. അപ്പോൾ തന്നെ എല്ലാ വീട്ടിലും സാധാരണക്കാരുടെ ദുഃഖങ്ങളും സന്തോഷങ്ങളും എല്ലാം പങ്കുചേർന്ന് പോകുന്ന ഒരാളാണ് ഞാൻ. അപ്പം പല വീടുകളിലും ചെല്ലുമ്പോൾ അവരുടെ സാഹചര്യങ്ങളും എല്ലാം അറിയുന്ന ഒരാളെന്ന നിലയ്ക്ക് ഒരു വാർഡിൽ ഒരു ജനപ്രതിയായി വാർഡ് മെമ്പറായിട്ട് വന്നു കഴിഞ്ഞാൽ അവരോടൊപ്പം നിന്നുകൊണ്ട് എനിക്ക് കുറേ കാര്യങ്ങൾ കൂടി അവർക്ക് ചെയ്തു കൊടുക്കാൻ കഴിയും എന്ന ഒരു വിശ്വാസം എനിക്കുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ വാർഡിൽ LDF സ്ഥാനാർത്ഥിയായി വാർഡിൽ മത്സരിക്കാൻ ഞാൻ തയ്യാറായത്. കഴിഞ്ഞ 2010-15 കൊട്ടാരക്കര ബ്ലോക്ക് ഡിവിഷനിൽ നിന്ന് മത്സരിച്ച ആളാണ് ഞാൻ. പക്ഷേ അത് നമുക്ക് വ്യക്തിപരമായിട്ട് ആനുകൂല്യങ്ങളൊന്നും കൊടുക്കാനോ ആളുകളോട്ട് അടുത്ത് ഇടപഴകാനോ എനിക്ക് പറ്റിയിട്ടില്ല. അപ്പോൾ ഒരു വാർഡ് സ്ഥാനാർത്ഥി എന്നാകുമ്പോൾ കൂടുതൽ വീടുമായിട്ട് സാധാരണക്കാരുമായിട്ട് അടുത്ത് നിൽക്കാൻ എനിക്ക് കഴിയും എന്ന ഒരു കുറച്ച് വിശ്വാസം ഉള്ളതുകൊണ്ടാണ് ഈ തിരഞ്ഞെടുപ്പിൽ ഞാൻ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവരോടൊപ്പം നിന്നുകൊണ്ട് പ്രവർത്തിക്കാൻ എനിക്ക് ഉള്ള സാഹചര്യം അവരൊരുക്കി തരും എന്നൊരു വിശ്വാസം എനിക്കുണ്ട്. എൻ്റെ ചിഹ്നം അരിവാൾ നെൽക്കതിരാണ്. ആ അടയാളത്തിൽ വോട്ടുകൾ രേഖപ്പെടുത്തി വിജയിപ്പിക്കണം എന്ന് വിനീതമായി അഭ്യർത്ഥിച്ചോളുന്നു. ഇനി ഞങ്ങൾ പരിചയപ്പെടുന്നത് കൊട്ടാരക്കര ബ്ലോക്ക് പഞ്ചായത്തിലെ കൊട്ര ഡിവിഷനിൽ നിന്ന് മത്സരിക്കുന്ന UDF സ്ഥാനാർത്ഥിയായ മുഹമ്മദ് ആഷിമിനെയാണ്. മുഹമ്മദ് ആഷിമിനെ നമുക്കൊന്ന് പരിചയപ്പെടാം. പ്രിയമുള്ളവരെ, കൊട്ടാരക്കര ബ്ലോക്ക് പഞ്ചായത്തിലെ കൊട്ര ബ്ലോക്ക് ഡിവിഷനിലെ UDFൻ്റെ സ്ഥാനാർത്ഥിയാണ് ഞാൻ മത്സരിക്കുന്നത്. ആദ്യമായി ഞാൻ എന്നെ പരിചയപ്പെടുത്താം. എൻ്റെ പേര് മുഹമ്മദ് ഹാഷിം എന്നാണ്. ഞാനൊരു MA പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ബിരുദധാരിയാണ്. കേരള വിദ്യാർത്ഥി യൂണിയനിലൂടെയും ഇന്ത്യൻ യൂത്ത് കോൺഗ്രസ് എന്ന പ്രസ്ഥാനത്തിലൂടെയാണ് ഞാൻ സംഘടനാ പ്രവർത്തന രംഗത്തേക്ക് കടന്നു വന്നിരിക്കുന്നത്. കലയക്കോട് നിവാസിയായ ഞാൻ ഈ ബ്ലോക്ക് പഞ്ചായത്തിലെ ഒരു വോട്ടറും കൂടിയാണ്. കഴിഞ്ഞ കാലങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ഈ നാടിൻ്റെ സമഗ്രമായ ഒരു പുരോഗതിക്കും ഈ നാട്ടിലെ ജനങ്ങളുടെ ഹിതം മനസ്സിലാക്കി വികസന പ്രവർത്തനങ്ങൾ അവരിലേക്ക് എത്തിക്കുകയെന്നുള്ളതാണ് എൻ്റെ കർമ്മരേഖയും എൻ്റെ കർമ്മമണ്ഡലവും. കഴിഞ്ഞ കാലങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ജാതി മത വർണ്ണ വിവേചനമില്ലാതെ ജനങ്ങളുടെ പ്രശ്നങ്ങളെ ഒന്നൊന്നായി കണ്ടെത്തുകയും അവരുടെ പ്രശ്നങ്ങളെ കണ്ടറിഞ്ഞ് പരിഹരിക്കുകയും ഒരു സാധാരണക്കാരൻ്റെ ശബ്ദമായി മാറാനുള്ള ബ്ലോക്ക് പഞ്ചായത്ത് ഡിവിഷനിൽ സാധാരണക്കാരൻ്റെ ശബ്ദം കൊട്ടാരക്കര ബ്ലോക്ക് പഞ്ചായത്തിലും സർക്കാരിൻ്റെ വിവിധ കേന്ദ്രങ്ങളിലേക്കും എത്തിക്കുക എന്നുള്ളതാണ് എൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം. ഇതിന് ഈ നാട്ടിലെ സമുന്നതരായ എല്ലാവരുടെയും സമ്മതിദാന അവകാശം എനിക്ക് കൈയടയാളത്തിൽ രേഖപ്പെടുത്തി വിജയിപ്പിക്കണമെന്ന് വിനയത്തിൻ്റെ ഭാഷയിൽ അഭ്യർത്ഥിച്ചുകൊള്ളുന്നു. ഇനി ഞങ്ങൾ പരിചയപ്പെടുന്നത് നെടുമ്പന ഗ്രാമപഞ്ചായത്തിലെ 9-ാം വാർഡായ മീയണ്ണൂരിൽ നിന്ന് മത്സരിക്കുന്ന LDF സ്ഥാനാർത്ഥി സഖാവ് ലിജുവിനെയാണ്. ലിജുവിനെ നമുക്കൊന്ന് പരിചയപ്പെടാം. നെടുമ്പന ഗ്രാമപഞ്ചായത്തിലെ മീയണ്ണൂർ 9-ാം വാർഡിൽ നിന്ന് മത്സരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സാരഥിയാണ് ഞാൻ. എൻ്റെ പേര് ലിജു PR എന്നാണ്. നാളെ ഇതുവരെ കണ്ടിട്ടുള്ളതിൽ വെച്ച് നെടുമ്പന ഗ്രാമപഞ്ചായത്തിലെ വികസന പ്രവർത്തനങ്ങൾ കഴിഞ്ഞ 5 വർഷക്കാലം
നിഷ എന്ന് പറയുന്ന മെമ്പറിലൂടെ നിങ്ങൾ കണ്ടതാണ്. ആ വികസന പ്രവർത്തനങ്ങളുടെ തുടർച്ചയെന്നോണം ഇനി നാട്ടിൽ നടക്കേണ്ടതായ പ്രവർത്തനങ്ങളുടെ ഒരു വലിയ മുന്നേറ്റം നടത്തേണ്ടതായിട്ടുണ്ട്. ആ മുന്നേറ്റങ്ങൾക്കെല്ലാം ജനങ്ങളുടെ എല്ലാവിധ സപ്പോർട്ടും സഹായവും ഉണ്ടാവണം, എല്ലാവരുടെയും പ്രാർത്ഥനയുണ്ടാവണം. എന്നോടൊപ്പം മത്സരിക്കുന്ന മറ്റ് 2 സ്ഥാനാർത്ഥികൾ ബ്ലോക്കിൽ നിന്നും നിഷയുണ്ട്, ജില്ലയിൽ പ്രജി ശശിധരൻ എന്ന് പറയുന്ന ഒരു കുട്ടിയാണ്. എല്ലാം ഇപ്പോൾ വന്നിരിക്കുന്ന എല്ലാം യുവതലമുറകളാണ്, ചെറുപ്പക്കാരാണ്. ഈ ചെറുപ്പക്കാരെ എല്ലാവരെയും നിങ്ങൾ വിജയിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുവരണം. അതിലൂടെ നമ്മുടെ നെടുമന പഞ്ചായത്തിൻ്റെ വികസന പ്രവർത്തനങ്ങൾക്ക് നല്ലൊരു മുതൽക്കൂട്ടാവും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എന്നോടൊപ്പം മത്സരിക്കുന്ന എല്ലാ സ്ഥാനാർത്ഥികളെയും ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്ത് വിജയിപ്പിക്കണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ഇനി നമ്മൾ പരിചയപ്പെടുന്നത് നെടുമ്പന പഞ്ചായത്തിലെ 9ാം വാർഡായ മീണൂരിൽ നിന്നും മത്സരിക്കുന്ന NDA സ്ഥാനാർത്ഥി CSK കുമാറാണ്. അദ്ദേഹത്തെ നമുക്കൊന്ന് പരിചയപ്പെടാം. നമസ്തേ, എൻ്റെ പേര് CSK കുമാർ. നെടുമ്പന ഗ്രാമപഞ്ചായത്തിലെ 9ാം വാർഡ് മീണൂർ ഡിവിഷനിൽ നിന്ന് NDA സ്ഥാനാർത്ഥിയായിട്ട് ഇന്ന് മത്സരിക്കുകയാണ്. ഒപ്പം എല്ലാ നാട്ടിലിപ്പോൾ രണ്ടാമത്തെ റൗണ്ടാണ് ഇറങ്ങുന്നത്. നാടിൻ്റെ വികസനങ്ങൾ 2 കോൺഗ്രസ് ആയാലും ഇടതുപക്ഷമായാലും നാടിൻ്റെ വികസനത്തിന് വേണ്ടിയിട്ട് ഒരു ഏരിയയിൽ മാത്രം കേന്ദ്രീകരിച്ചുള്ള വികസനങ്ങൾ മാത്രമാണ് മീണൂർ നടന്നിട്ടുള്ളത്. അത് എല്ലാ ഏരിയയിലും എത്തിക്കുക എന്നതാണ് എൻ്റെ പരിശ്രമം. അതിനു വേണ്ടിയിട്ട് എല്ലാ ആൾക്കാരും, എല്ലാ വോട്ടർമാരും എനിക്ക് വോട്ട് ചെയ്ത് വിജയിപ്പിക്കണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്, അപേക്ഷിക്കുകയാണ്. ഇനി നമ്മൾ പരിചയപ്പെടുന്നത് നെടുമ്പന പഞ്ചായത്തിലെ 9ാം വാർഡായ മീണൂരിൽ നിന്ന് മത്സരിക്കുന്ന UDF സ്ഥാനാർത്ഥിയായ G ശശിധരൻ പിള്ളയാണ്. അദ്ദേഹത്തെ നമുക്കൊന്ന് പരിചയപ്പെടാം. നെടുമന ഗ്രാമപഞ്ചായത്തിലെ മീണൂർ 9ാം വാർഡിലെ UDF സ്ഥാനാർത്ഥിയാണ് ഞാൻ. കഴിഞ്ഞ 1995 മുതൽ 2005 വരെയും 2010 മുതൽ 2015 വരെയും ഞാൻ ഈ വാർഡിൻ്റെ മെമ്പറായിരുന്നു. ആ സമയങ്ങളിലാണ് ഈ വാർഡിനു വേണ്ടി സമഗ്രമായ വികസനം നാനാഭാഗങ്ങളിലും എത്തിക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ സാമൂഹ്യ പെൻഷൻ ഈ വാർഡിൽ നെടുമന ഗ്രാമപഞ്ചായത്തിൽ മറ്റൊരു വാർഡിൽ കൊടുക്കുന്നതിൽ കൂടുതൽ ഈ വാർഡിൽ എനിക്ക് നേടിക്കൊടുക്കുവാൻ കഴിഞ്ഞതിൽ എനിക്ക് അഭിമാനമുണ്ട്. മണംകുരങ്ങ് കോളനിയിൽ പൈപ്പ് ലൈൻ സ്ഥാപിച്ച് കുടിവെള്ളം കൊടുക്കുവാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ വീണ്ടും നിങ്ങളുടെ മുന്നിൽ ജനവിധി തേടുകയാണ്. എന്നെ വിജയിപ്പിച്ചാൽ ഈ നാടിൻ്റെ തുടങ്ങിവെച്ച പദ്ധതികൾ പൂർത്തീകരിക്കുവാനും എൻ്റെ കഴിവിൻ്റെ പരമാവധി ശ്രമിക്കും. അതുപോലെ നിങ്ങളുടെ സുഖത്തിലും ദുഃഖത്തിലും എപ്പോഴും നിങ്ങളുടെ മുന്നിലുണ്ടായിരിക്കുമെന്ന് ഞാൻ ഉറപ്പ് നൽകുകയാണ്. ഇതോടുകൂടി ഈ ആഴ്ചയിലെ ഇലക്ഷൻ സ്പെഷ്യൽ വാർത്താ ബുള്ളറ്റിൻ അവസാനിച്ചിരിക്കുന്നു. അടുത്ത ആഴ്ച ഇതുപോലൊരു ഇലക്ഷൻ സ്പെഷ്യൽ വാർത്താ ബുള്ളറ്റുമായി വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും നമസ്കാരം.